ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പല ബിസിനസ്സുകളും തുടക്കമിട്ടത് വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലോ അത്യാധുനിക സൗകര്യങ്ങൾക്കോ നടുവിലായിരുന്നില്ല. ചിലത് ഗ്യാരേജുകളിൽ തുടങ്ങി, ചിലത് ചെറിയ ചെറിയ വാടക മുറികളിൽ തുടങ്ങി. എന്നാൽ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സ്പോർട്സ് ബ്രാൻഡായ നൈക്കീൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു പച്ച നിറമുള്ള പഴയ കാറിൻ്റെ ഡിക്കിയിലാണ്. റൊണാൾഡോ മുതൽ റഫേൽ നഡാൽ വരെ ലോകത്തെ ഏറ്റവും മികച്ച അത്ലറ്റ്സ് ഉപയോഗിച്ചിരുന്ന, ദിവസവും 1000 കോടിയിലധികം റവന്യൂ നേടുന്ന ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ തോറ്റുപോയിട്ടുള്ള ഒരു അത്ലറ്റിൻ്റെ വാശിയുടെ കഥയുണ്ട്. തൻ്റെ 24-ാം വയസ്സിൽ ജീവിതം എങ്ങും എത്തുന്നില്ല എന്ന് ഭയന്ന ഫിൽ നൈറ്റ് എന്നൊരു ചെറുപ്പക്കാരൻ്റെ കഥ. ചെറുപ്പം മുതലേ ട്രാക്കിലൂടെ കാറ്റിനേക്കാൾ വേഗത്തിൽ ഓടുക എന്നതായിരുന്നു അയാളുടെ സ്വപ്നം. പക്ഷേ എത്ര കഠിനമായി പരിശ്രമിച്ചാലും ഒരു നാഷണൽ ലെവൽ അത്ലറ്റിനാകാനുള്ള ശാരീരികമായ മികവ് തനിക്കില്ലെന്ന യാഥാർത്ഥ്യം ഒരു തണുത്ത പ്രഭാതത്തിൽ അയാൾ തിരിച്ചറിയുന്നു. തനിക്ക് മികച്ചൊരു അത്ലറ്റ് ആകാൻ കഴിയില്ലെങ്കിൽ മികച്ച അത്ലറ്റ്സിനെ വാർത്തെടുക്കുന്നതിൽ തനിക്കൊരു പങ്കുണ്ടാകണമെന്ന് അയാൾ അവിടെ തീരുമാനിക്കുന്നു. തൻ്റെ MBA പഠനകാലത്ത് തന്നെ ക്യാമറ വിപണിയിലെ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കിയിരുന്നു. ജപ്പാനിലെ വില കുറഞ്ഞതും എന്നാൽ ക്വാളിറ്റി ഉള്ളതുമായ ക്യാമറകൾ എങ്ങനെയാണോ അമേരിക്കൻ മാർക്കറ്റ് പിടിച്ചടക്കിയത്, ഇതേ തന്ത്രം ഷൂസുകളുടെ കാര്യത്തിലും വിജയിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ആ ചിന്ത വെറുമൊരു പേപ്പറിൽ ഒതുക്കാൻ അയാളന്ന് തയ്യാറല്ലായിരുന്നു. കയ്യിലുള്ള അവസാന സമ്പാദ്യവും എടുത്ത് യാതൊരു ബിസിനസ് മുൻപരിചയവുമില്ലാത്ത ആ 24-കാരൻ ജപ്പാനിലേക്ക് വിമാനം കയറുന്നു. ലക്ഷ്യം ഒന്നു മാത്രം, ഒൻഡിസുക്ക എന്ന ജാപ്പനീസ് കമ്പനിയുടെ ഓഫീസ്, ഇന്നത്തെ A6. ആ മീറ്റിംഗ് റൂമിലെ നിശബ്ദതയ്ക്കും മുതിർന്ന എക്സിക്യൂട്ടീവിൻ്റെ ചോദ്യങ്ങൾക്ക് നടുവിൽ വെച്ച് ഫിൽ നൈറ്റ് വല്ലാതെ പതറിപ്പോകുന്നു. അമേരിക്കയിലെ ഏത് കമ്പനിയിലാണ് താങ്കൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം അയാൾ ഒരു കള്ളപ്പേര് പറയുന്നു, ബ്ലൂ റിബൺ സ്പോർട്സ്. സത്യത്തിൽ അങ്ങനെ ഒരു കമ്പനി അന്ന് നിലവിലില്ലായിരുന്നു. ഇന്നത്തെ പോലെ ഗൂഗിൾ സെർച്ചുകളൊന്നും അന്ന് അത്ര നിലവാരത്തിലല്ല. ആരും കയറി നോക്കാനും പോകുന്നില്ല. തൻ്റെ മുറിയിൽ തൂക്കിയിട്ടിരുന്ന ചില മെഡലുകളുടെ റിബണിൻ്റെ നിറം ഓർത്തെടുത്താണ് ആ നിമിഷം അയാൾ ആ ഉണ്ടാക്കി പേര് പറയുന്നത്. പക്ഷേ ആ ധൈര്യം അവിടെ വിജയിച്ചു എന്ന് പറയണം. ഒനീറ്റുസ്കയുടെ ട്രൈഗർ ബാൻഡ് ഷൂസുകൾ അമേരിക്കയിൽ വിൽക്കാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സുമായി അയാൾ തിരിച്ചു മടങ്ങി. എന്നാൽ തിരിച്ചെത്തിയ ഫിൽ ആദ്യം കാണാൻ പോയത് തൻ്റെ പഴയ കോച്ചായ ബിൽ ബോവമാനെയാണ്. ബോവമാൻ വെറും ഒരു പരിശീലകനായിരുന്നില്ല. തൻ്റെ ശിഷ്യന്മാരുടെ വേഗത കൂട്ടാൻ വേണ്ടി ഷൂസുകൾ കീറി മുറിച്ച് അതിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ഒരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം. ഫിൽ നൈറ്റിൻ്റെ ബിസിനസ് ബുദ്ധിയും ബോവമാൻ്റെ സാങ്കേതിക മികവും ഒന്നിച്ചപ്പോൾ അവിടെ ഒരു പുതിയ കൂട്ടുകെട്ട് പിറക്കുകയാണ്. പക്ഷേ ഷൂസുകൾ വിൽക്കാൻ അവർക്ക് കടകളില്ലായിരുന്നു. ഫിൽ തൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ഷൂസുകൾ നിറച്ച് അടുക്കി വെക്കുന്നു. മാരത്തോൺ മത്സരങ്ങൾ നടക്കുന്ന ട്രാക്കുകൾ തോറും അദ്ദേഹം സഞ്ചരിക്കും. അതൊരു കച്ചവടമായിരുന്നില്ല. മാരത്തോൺ റണ്ണേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന, അവരുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് നൽകിയ ഒരു പരിഹാരമായിരുന്നു ആ ഷൂസുകൾ. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ഷൂസുകൾ ചൂടപ്പം പോലെ വിറ്റ് തീർന്നു. ആദ്യ വർഷം $8,000, രണ്ടാം വർഷം $16,000. അങ്ങനെ അവർ ബിസിനസ് വളരുന്നു. എന്നാൽ വളർച്ചയ്ക്കൊപ്പം വലിയ പ്രതിസന്ധികളും അവരെ തേടിയെത്തി. കച്ചവടം വർദ്ധിച്ചപ്പോൾ പണം തികയാതെ വരുന്നു. ബാങ്കുകൾ ലോൺ നൽകാൻ വിസമ്മതിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും അവർക്കന്ന് കഴിയാത്ത അവസ്ഥ വരുന്നു. അതിലും വലിയ ആഘാതം വന്നത് ജപ്പാനിൽ നിന്നായിരുന്നു. ബ്ലൂ റിബണിന്റെ വിജയം കണ്ട ഒനിറ്റ്സുക്ക കമ്പനി ഫിൽ നൈറ്റിനെ ഒഴിവാക്കി ബിസിനസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. വിശ്വസിച്ച് കൂടെ നിന്നവർ തന്നെ ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം അദ്ദേഹം പതറിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ഫിൽ നൈറ്റ് തളരുന്നില്ല. ഇനി മറ്റൊരാളുടെ ബ്രാൻഡ് തനിക്ക് വിൽക്കേണ്ടതില്ല, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കും എന്ന ധീരമായ തീരുമാനം അദ്ദേഹം അവിടെ എടുക്കുന്നു. ഗ്രീക്ക് പുരാണത്തിലെ വിജയത്തിന്റെ ദേവതയായിട്ടുള്ള നൈക്കി എന്ന പേര് അവർ അവിടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ വെറും $35 പ്രതിഫലം നൽകി ഒരു ഡിസൈൻ സ്റ്റുഡൻറ്റിനെയും കൊണ്ട് വരപ്പിച്ചെടുത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോക പ്രശസ്തമായ സൂഷ് ലോഗോ. 1971 കയ്യിൽ പണമില്ലാതിരുന്നിട്ടും എതിരാളികൾ വമ്പന്മാരായിരുന്നിട്ടും നൈക്കി എന്ന ബ്രാൻഡ് ജനിക്കുന്നു. തുടക്കം ഗംഭീരമായിരുന്നു. 1980 ആയപ്പോഴേക്കും അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് നൈക്കി മാറി. പക്ഷേ ബിസിനസ് ലോകം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. 1980കളുടെ പകുതിയോടെ റീബോക്ക് എന്ന കമ്പനി വിപണി പിടിച്ചെടുക്കുന്നു. പെർഫോമൻസിനേക്കാൾ ഉപരി സ്റ്റൈലിന് പ്രധാനം നൽകിയ റീബോക്കിന് മുന്നിൽ നൈക്കിൻ്റെ വിൽപ്പന വല്ലാതെ ഇടിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി കമ്പനി നഷ്ടത്തിലേക്ക് വീണു. തിരിച്ചു വരാൻ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കേണ്ട അവസ്ഥയിലായിരുന്നു അന്ന്. ആ അത്ഭുതത്തിൻ്റെ പേരായിരുന്നു മൈക്കിൾ ജോർദൻ. അന്ന് വെറുമൊരു പുതുമുഖ താരം മാത്രമായിരുന്നു മൈക്കിൾ ജോർദൻ. നൈക്കി തങ്ങളുടെ ഭാവി മുഴുവൻ അദ്ദേഹത്തിൽ നിക്ഷേപിക്കുന്നു. അവർ പുറത്തിറക്കിയ എയർ ജോർദൻ ഷൂസുകൾ അന്നത്തെ NBA നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഓരോ മത്സരത്തിലും ജോർദൻ ആ ഷൂസ് ധരിക്കുമ്പോൾ NBA പിഴ ചുമത്തിയിരുന്നു. എന്നാൽ നൈക്കി ആ പിഴ അടയ്ക്കാൻ തയ്യാറായി. NBAക്ക് ഈ ഷൂസ് നിരോധിക്കാൻ സാധിക്കും, പക്ഷേ നിങ്ങൾക്കിത് ധരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന പരസ്യവാക്യത്തിലൂടെ അതൊരു വിപ്ലവമായി മാറി. നല്ലൊരു മാർക്കറ്റിങ്ങും അവർ ഇതിലൂടെ ചെയ്തെടുത്തു. പിന്നീട് സംഭവിച്ചതൊരു ചരിത്രമാണ്. ജോർദൻ വിപണി കീഴടക്കുന്നു. റീബോക്ക് ചരിത്രത്തിൽ നിന്നും മാഞ്ഞു പോയെന്ന് തന്നെ പറയണം. ഒരു അക്കൗണ്ടൻ്റാകാൻ വിധിക്കപ്പെട്ട, ഓട്ടത്തിൽ പരാജയപ്പെട്ട, ബാങ്കുകൾ ലോൺ നിഷേധിച്ച ഒരു സാധാരണക്കാരൻ ഇന്ന് 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ സാമ്രാജ്യത്തിന് മുകളിൽ നിൽക്കുകയാണ്. ഫിൽ നൈറ്റ് തൻ്റെ ജീവിതം കൊണ്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഒരുപക്ഷെ നിങ്ങളുടെ ഐഡിയകളെ ലോകം ഭ്രാന്തം എന്ന് വിളിച്ചേക്കാം, സാഹചര്യങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ 100% വിശ്വാസമുണ്ടെങ്കിൽ മുന്നിലുള്ള തടസ്സങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും. നൈക്കി നമ്മളോട് എന്നും പറയുന്നത് പോലെ ജസ്റ്റ് ഡു ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അതൊക്കെ കാണുക. സോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.